പ്രീതിയോട് ദേഷ്യപ്പെട്ട് ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി ഞാൻ എന്തായാലും എയർപോർട്ടിലാക്കാനായിട്ട് വരില്ല. ചേച്ചി പോകുന്ന സമയത്തെ ടാറ്റ തന്ന് പറഞ്ഞു വിടാനുള്ള മാനസികാവസ്ഥയൊന്നുമല്ല എന്റെ എന്നും പറഞ്ഞ് ശ്രുതി എയർപോർട്ടിലോട്ട് പോകുന്നുണ്ടായിരിക്കില്ല. ആകാശും പ്രീതിയും മാത്രമാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. പ്രീതി സിംഗപ്പൂരിലോട്ട് പോകുന്ന സങ്കടത്തില് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രുതി വരുന്നുണ്ട്. ചേച്ചിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എന്നെ കണ്ടില്ലെങ്കിൽ ചേച്ചിക്ക് വല്ലാതെ സങ്കടാവും. എന്തായാലും ഈ പ്രസാദം ചേച്ചിക്ക് കൊടുക്കണം, എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റാൻ ശ്രമിക്കണം എന്നും പറഞ്ഞ് എയർപോർട്ടിലോട്ട് ശ്രുതി പോവാൻ നിൽക്കുമ്പോഴായിരിക്കും ഒരു കൂട്ടം ആൾക്കാര് ഒരാളെ തല്ലുന്നത് കാണുന്നത്. നോക്കുമ്പോ അത് പ്രീതിയുടെയും ആകാശിന്റെയും ജാതകം നോക്കിയ ജോത്സ്യനായിരിക്കും. ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നിങ്ങൾ നിർത്ത്, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? അല്ല, എന്താ സംഭവം എന്നൊക്കെ ശ്രുതി അന്വേഷിക്കുന്നുണ്ട്. എന്റെ മോനും ഒരു പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവര് തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കുക എന്ന് തീരുമാനിച്ചതാ. അപ്പോഴാ പെൺവീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ജാതകത്തില് തിരുത്തൊക്കെ നടത്തിയത്. ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് എന്റെ മോൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. എല്ലാറ്റിനും കാരണം ഇവനാ. അതൊക്കെ ഞങ്ങൾ കണ്ടെത്തി. അതുകൊണ്ടാ ഇവനായിട്ട് 4 എണ്ണം കൊടുക്കുന്നേ. അപ്പോ ആകാശ് സാറിന്റെയും എന്റെ ചേച്ചിയുടെയും ജാതകം നീ ആയിട്ടാണോ മാറ്റിയത്? നീ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല കണക്കിന് ഒരു പൊട്ടിക്കലങ്ങ് കൊടുക്കുന്നുണ്ട് അയാൾക്ക്. സത്യം പറ, നീ ആ ജാതകം മാറ്റിയോ? അത് ഇല്ല, അവരുടെ ജാതകം അങ്ങനെ തന്നെയാ. അതിനി എത്ര നോക്കിയാലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ആരാ നിന്നോട് ഇക്കാര്യം ചെയ്യാൻ പറഞ്ഞത്? അത് പിന്നെ ബൈക്കില് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വന്ന് ഒരാൾ എനിക്ക് 2 ജാതകം തന്നു. പെണ്ണിന്റെ ജാതകം ഒരിക്കലും ഈ ജാതകമായിട്ട് ചേരരുത്, ഒരുപാട് ദോഷങ്ങളൊക്കെ ചേർക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാ ജാതകം തന്നത്. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. ആ സമയത്ത് എന്റെ മോളുടെ പഠനാവശ്യത്തിന് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുത്തതാ. എന്നോട് ക്ഷമിക്കണം. നിന്നെ അത്രയും വിശ്വസിച്ചിട്ടല്ലേ എന്റെ മുത്തശ്ശി വരെ നിന്നെ വീട്ടിലോട്ട് വലിച്ചു വരുത്തിയത്. എന്നിട്ട് നീ ചെയ്ത ദ്രോഹം. ഹെൽമെറ്റ് ഇട്ടെന്ന് പറഞ്ഞാ ആരാ ഹെൽമെറ്റ് ഇട്ട് വന്നേ നിനക്കറിയില്ല? അറിയില്ല. ഹെൽമെറ്റ് ഇട്ട വന്ന കാരണം ഞാൻ മുഖം ശ്രദ്ധിച്ചില്ല. ഒരാണാ എന്റെ അടുത്ത് ഇത് കൊണ്ട് തന്നത്. അങ്കിളാവാൻ ചാൻസ് ഇല്ല. പിന്നെ മനോരമാൻഡി, അതിപ്പോ പെണ്ണല്ലല്ലോ വന്നിരിക്കുന്നേ. അപ്പൊ പിന്നെ ആ ശ്യാം തന്നെയായിരിക്കും എന്നൊക്കെ ശ്രുതി മനസ്സ് തീരുമാനിക്കുക. നീ ഇപ്പൊ എന്റെ കൂടെ വരണം. അങ്ങനെ വലിച്ചയച്ച് അയാളെ കൊണ്ടുപോകുന്നുണ്ട്. നേരെ എയർപോർട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. എയർപോർട്ടില് ആകാശും പ്രീതിയും വണ്ടി ഇറങ്ങിയതിന് ശേഷം പ്രീതി ആകാശിനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. എന്റെ കൂടെ ഉള്ളിലോട്ട് വരണ്ട, നിങ്ങൾ ഇവിടെ നിന്നാ മതി. എന്തിനാ പ്രീതി നീ എന്നോട് ഇത്രയും ക്രൂരത ചെയ്യുന്നത്? എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ? എനിക്കറിയാം ആകാശേ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ സ്നേഹിക്കുന്ന പോലെ എന്നെ വേറെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല. എന്നാലും ഇപ്പൊ നീ എന്റെ സാഹചര്യം മനസ്സിലാക്ക്. ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് നിനക്ക് ദോഷാ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നേ. എന്നോടുള്ള നിന്റെ സ്നേഹം ആത്മാർത്ഥാണെങ്കിൽ നീ എന്റെ കൂടെ ഉള്ളിലോട്ട് വരരുത്. ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് പ്രീതി കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആകാശം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആകാശിനും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. രണ്ടുപേരും പരസ്പരം തിരിഞ്ഞു നോക്കുക. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് മാറ്റി വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാ ആകാശ് ശ്രുതിയെ കാണുന്നുണ്ടായിരിക്കില്ല. ജോത്സ്യൻ അങ്ങനെ എല്ലാ സത്യങ്ങളും പ്രീതിയോട് തുറന്നു പറയുവാണ്. ഇത് കേട്ട് പ്രീതി ആകെ ഷോക്കിലായിരിക്കും. ശ്രുതി, നീ പറഞ്ഞത് സത്യമാണോ? അപ്പോ ആകാശിന് എന്റെ ജാതകം കൊണ്ട് ഒരു കുഴപ്പമില്ലേ? ഇല്ല ചേച്ചി, ചേച്ചിയുടെ സംശയം ഉണ്ടാവും. ഞാൻ ചേച്ചിയുടെ യാത്ര മുടക്കാനായിട്ട് ഇയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന്. ഞാൻ എന്റെ കുട്ടീഷിനെ പിടിച്ച് സത്യം ഇടാം. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവുമല്ലോ എന്റെ കൃഷ്ണനാണ് സത്യം. ഇതാണ് സംഭവം നടന്നിരിക്കുന്നത്. ചേച്ചി തെറ്റിദ്ധരിച്ചിട്ടാ ആകാശ് സാറിനെ വിട്ടു പോകുന്നേ എന്ന് പറയുമ്പോ പ്രീതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നീടായിട്ട് ജോത്സ്യം പറയുന്നുണ്ട്, മോളെ, നിങ്ങൾ തമ്മിലുള്ള ജാതകത്തില് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മോളുടെ ജാതകം തിരുത്തി എഴുതിപ്പിച്ചതാ എന്നെ കൊണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒറിജിനൽ ജാതകം നോക്കിയപ്പോ രണ്ടാളും തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. ഭർത്താവിന്റെ എല്ലാ ആപത്തും മാറ്റാൻ മോള് മാത്രം മതിയെന്നാ ജാതകത്തിലുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞാല് ഒരാപത്തും ഭർത്താവിനുണ്ടാവില്ല. ഇത് കേട്ട് ആകെ കൂടെ സന്തോഷം സഹിക്കാനാവാതെയാണ് പ്രീതി നിൽക്കുന്നത്. കുഞ്ഞെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇതിനി ആരോടും പറയരുത്. എൻ്റെ ആ സാഹചര്യത്തില് ഞാൻ ചെയ്തു പോയതാ. ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. നിങ്ങൾ തമ്മിൽ ഒരുപാട് നാള് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റട്ടെ എന്നൊക്കെ ജോത്സ്യം പറയുന്നുണ്ട്. ഇനി നിങ്ങളിത് ആവർത്തിച്ചാല് ഇങ്ങനെയായിരിക്കില്ല ഞാൻ പ്രതികരിക്കുക. പിടിച്ചേ പോലീസിനെ ഏൽപ്പിക്കും എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് അവിടെ നിന്ന് ജോത്സ്യനെ പറഞ്ഞു വിടാം. എന്നാ
ശ്രുതിയാണെങ്കിൽ പ്രീതിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ചേച്ചി, ഇനിയെങ്കിലും ചേച്ചി മനസ്സിലാക്ക്, ആകാശ് സാറ് എത്രമാത്രം ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ശ്രുതി, എനിക്ക് എങ്ങനെയാ സന്തോഷം പ്രകടിപ്പിക്കണ്ടേന്ന് അറിയില്ല. ഞാൻ എങ്ങനെയാ ആകാശിന്റെ മുൻപിൽ പോയി നിൽക്കുക? അവനെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചെന്നറിയോ? ഇപ്പൊ പോലും അവൻ എൻ്റെ അടുത്ത് ഒരുപാട് കരഞ്ഞു പറഞ്ഞു ഞാൻ പോവില്ല എന്ന്. എന്നിട്ടൊന്നും ഞാനത് കേൾക്കാതെ ഇങ്ങോട്ട് വന്നു. ഇനി ഞാൻ എന്തുകൊണ്ടാ സിംഗപ്പൂരിലോട്ട് പോകുന്നില്ല എന്നാ അവൻ്റെ അടുത്ത് പറയാ. ചേച്ചി, ചേച്ചി അതോർത്തേ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞോളാം. ചേച്ചിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയതാണെന്ന്. പിന്നെ ഒരു കാര്യം, ഇക്കാര്യം ആരും അറിയരുത്, ആകാശ് സാറ് പോലും അറിയരുത്. ഈ ജാതകത്തിലെ പ്രശ്നം ചേച്ചിയും ആകാശ് സാറും ഒന്നിക്കരുതെന്ന് കരുതുന്ന ആരോ ഒരാളാ ഇക്കാര്യം ചെയ്തിരിക്കുന്നത്. ബൈക്കിൽ വന്ന് ഒരാണാണ് ഇത് ചെയ്തതെന്നാ ജോത്സ്യം പറഞ്ഞത്. അപ്പോഴത്തെ ദേഷ്യത്തില് അങ്കിളാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാ എനിക്ക് ആ സംശയമില്ല. കാരണം അങ്കിൾ അങ്ങനെ ചെയ്യുമെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. മനോരമാൻഡിക്കും നിങ്ങൾ തമ്മിൽ ഒന്നിക്കരുതെന്നുണ്ട്. പക്ഷെ അവരല്ല പോയി ജോത്സ്യന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീടുമായിട്ടും ആകാശ് സാറിന്റെ വീടുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാൾ തന്നെയാ ഇത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അലമാറയിൽ നിന്ന് ചേച്ചിയുടെ ജാതകം എടുത്ത് കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സംശയം ആ ശ്യാമിനെ തന്നെയാ, അവൻ തന്നെയാ ചേച്ചി ഇത് ചെയ്തത്. അതുകൊണ്ട് ഇക്കാര്യം ചേച്ചി ആരോടും പറയരുത്. അശ്വിൻ സാറ് പോലും ഇതറിയാതെ ഞാൻ നോക്കിക്കോളാം. ആകാശ് സാറിനോട് പറയരുത്. കണ്ടുപിടിക്കണം ചേച്ചി, ആരാ ഇത് ചെയ്തേ? തെളിവ് സഹിതം എല്ലാവരും മുൻപിൽ ഇട്ടു കൊടുക്കണം. അതുവരെ ചേച്ചി ഇത് ആരോടും പറയരുത്. ഇത് നമ്മൾ അറിഞ്ഞെന്നറിഞ്ഞാല് വീണ്ടും നിങ്ങൾ പിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് പുറമേ നിങ്ങൾ എപ്പോഴും വഴക്കിട്ടോണ്ടും ഉള്ളിൽ നിങ്ങൾ മാത്രമുള്ളപ്പോൾ സ്നേഹിച്ചോണ്ടും വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരു കുഞ്ഞാവുന്നത് വരെ ഇങ്ങനെ തന്നെ പോട്ടെ ചേച്ചി. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും ക്രൂര മനസ്സോടു കൂടിയുള്ള ആൾക്കാരാ. അതുകൊണ്ട് ചേച്ചി ആരോട് ഇക്കാര്യം പറയരുത്. അപ്പോഴേക്കും അശ്വിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, നീ എന്തപ്പോൾ ഇങ്ങോട്ട് വന്നത്? നീയല്ലേ എയർപോർട്ടിലോട്ട് വരുന്നില്ല പറഞ്ഞത്? അത് പിന്നെ എൻ്റെ ചേച്ചി പോവല്ലേ, അപ്പൊ ചേച്ചിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അല്ല, അശ്വിൻ സാർ എന്താ ഇവിടെ? ഞാൻ ആകാശിനെ കാണാൻ വേണ്ടി വന്നതാ. പ്രീതി പോയ ആകാശിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആകാശിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്നാലേ ചേച്ചിയോട് അശ്വിൻ സാറ് പറഞ്ഞ് മനസ്സ് മാറ്റിക്ക്. ഞാൻ പോയിട്ട് ആകാശ് സാറിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആകാശിന്റെ അടുത്ത് പറയുന്നുണ്ട്, പേടിക്കണ്ട, സങ്കടപ്പെടാതിരിക്കുക, ചേച്ചി എങ്ങോട്ടും പോവില്ല. ചേച്ചി പോവാതിരിക്കാനേ ഒരു കാര്യം ആകാശ് സാർ ചെയ്യണം. അവിടെയുള്ള എല്ലാവരും ചേച്ചി എങ്ങനെ ചീത്ത പറഞ്ഞിട്ടാ ചേച്ചിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോകണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ആകാശ് സാറ് വേണം ചേച്ചിയെ ചീത്ത പറയാൻ. എന്താ പറയുന്നേ? ആ, ആകാശ് സാറ് എന്നെ ചീത്ത പറയുമ്പോ പിന്നെ മനോരമ ആൻറ്റി ചേച്ചിയെ ചീത്തയൊന്നും പറയില്ലല്ലോ. അത്രയുള്ള കാര്യം അത് അവൾക്ക് തന്നെ എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ മാത്രമുള്ളപ്പോൾ നിങ്ങൾക്ക് സ്നേഹിക്കാം. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ അഭിനയിക്കണം, അത് മാത്രം മതിയെന്നാ ചേച്ചി പറഞ്ഞത്. ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം. ഇനിയിപ്പോ എൻ്റെ അമ്മയൊക്കെ ചീത്ത പറയണമെങ്കിൽ തന്നെ അവരെ കൂടെ കൂടി ഞാനും പ്രീതിയെ ചീത്ത പറഞ്ഞോളാം. എനിക്ക് പ്രീതി തിരികെ വന്നാ മതി ശ്രുതി എന്നൊക്കെ ആകാശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ പ്രീതിയോടിങ്ങനെ ആകാശിനെ കുറിച്ച് സംസാരിച്ച് പ്രീതിയെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഈ സമയത്ത് പ്രീതിയെ കാണുമ്പോൾ പ്രീതിയെ എടുത്ത് പൊന്തിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഭാര്യ തിരികെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ കാരണാ പ്രീതി തിരികെ വന്നെന്ന് അശ്വിൻ സാറ് പറയുന്നുണ്ട്. ഓ, നിങ്ങൾ കാരണോ? ഞാനാ ചേച്ചിയോടെല്ലാം പറഞ്ഞത്. അങ്ങനെ പ്രീതിയും ശ്രുതിയും തമ്മിൽ പരസ്പരം ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നല്ല സന്തോഷത്തോടു കൂടി വീട്ടിലോട്ട് പോവാണ്.